സുശക്തമായ വൈസ് പ്രസിഡന്റുമായ ജോർജ് സുസൽമാനെ ഇഗ്നാത്യോസ് പള്ളിയുടെ വികാരി ഇത്രയും ബഹുമാനപ്പെട്ട ജോൺസൺ ഈ പള്ളിയുടെ വികാരി ഇത്രയും ബഹുമാനപ്പെട്ട ഷറോദച്ചൻ ഒത്തിരിക്കൊപ്പ സെന്റ് പോൾസ് പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട റജിയച്ചൻ കൊഴിച്ചാൽ സെന്റ് ജോർജ് പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട സാജോച്ചൻ ബഹുമാനപ്പെട്ട ശമാശൻ പള്ളിയുടെ ബഹുമാനിയായ ട്രസ്റ്റി സെക്രട്ടറിമാർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭക്തസംഘടനാ പ്രവർത്തകർ ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന ഏറ്റവും വാത്സല്യത്തോടെ അനുഗ്രഹിക്കപ്പെട്ടത്. ഇന്നലെയും ഇന്നുമായി മഹാപരിശുദ്ധനായ ചാതുരത്തിൽ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ അഥവാ പരിമല തിരുമേനിയുടെ പെരുന്നാൾ ഇടവക ഭക്തി പുരസ്സരം കൊണ്ടാടുകയാണ്. സ്വസമാനപ്പള്ളിയിൽ നിന്നും ആരംഭിച്ചതായ തീർത്ഥയാത്ര പദയാത്ര ഇന്നലെ വൈകിട്ടോടെ ഈ പള്ളിയിൽ എത്തിച്ചേർന്നു. നാനാ ജാതി മതസ്ഥരായ ആളുകൾ സഹോദരി സഭകളിൽ നിന്നുള്ള വൈദികരും സന്യസ്തരും വിശ്വാസികളും ഉൾപ്പെടെ നമ്മുടെ എല്ലാ ദേവാലയങ്ങളിൽ നിന്നുള്ള വിശ്വാസികളും കൂടി വന്ന പരിശുദ്ധന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്ന് അദ്ദേഹത്തിന്റെ തിരുവസ്ത്രാംശം ദർശിച്ച് വഴിപാടുകൾ അർപ്പിച്ച് പ്രാർത്ഥിച്ച് പെരുന്നാൾ ശുശ്രൂഷകൾ സമർപ്പിച്ചു. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, പെരുന്നാൾ എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട ദിവസം, വലിയ ദിവസം എന്നൊക്കെയാണ്. പരിമല തിരുമേനിയുടെ പെരുന്നാൾ മലനിരയിൽ അങ്ങോളം ഇങ്ങോളവും ഇന്ത്യക്ക് വെളിയിലുള്ളതായ ദേവാലയങ്ങളിൽ വിശ്വാസികൾ കൊണ്ടാടുന്ന സന്ദർഭമാണ്. ആ പരിശുദ്ധന്റെ ജീവിതവും പ്രാർത്ഥനയും ദൈവത്തിനുസരിച്ച് എത്ര കണ്ട് സ്വീകാര്യമായിരുന്നു എന്നതിന് ഒത്തിരി തെളിവുകൾ. ധാരാളം ആളുകൾ ആ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥിക്കും. ഈ ഇടവകയെ സംബന്ധിച്ചും പരിമല തിരുമേനിയുടെ തിരുവസ്ത്ര അംശം ഈ പള്ളിയിൽ സ്ഥാപിച്ചതിനു ശേഷം വലിയ വളർച്ചയും വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ പള്ളിയിലേക്ക് എത്തിച്ചേർന്ന പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പരിശുദ്ധനോടുള്ള പ്രത്യേക പ്രാർത്ഥനയ്ക്കായി ഇടവക കരുതലോടെ അതാത് കാലഘട്ടത്തിലെ വികാരിമാരുടെ നേതൃത്വത്തിൽ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കൂടി വരികയും ഒക്കെയും ചെയ്യും. ഈ ദേവാലയത്തെ സംബന്ധിച്ച് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സന്ദർഭം കൂടിയാണ്. ഒത്തിരി അഗ്നിപരീക്ഷണങ്ങളെ നേരിട്ട ഒരു ഇടവകയാണ് ഈ ഇടവക. ഇന്ന് കാണുന്ന നിലയിലേക്ക് ഈ ദേവാലയം പുരോഗമിച്ച് വളർന്ന് വരുവാൻ അതിനുവേണ്ടി അതിന്റെ ആദ്യ ചുവടുകൾ വെച്ച ദിവംഗതനായ ഇവിടെ ഒരു സ്ഥലം ഉണ്ടാകണമെന്നും ഇവിടെ പള്ളി ഉണ്ടാകണമെന്നും എല്ലാം അദ്ദേഹം വളരെ അതിയായി ആഗ്രഹിച്ച് ഈ ഇടവകയ്ക്ക് വേണ്ടി സമ്മർദ്ദങ്ങൾ ചെലുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ അച്ഛന്റെ നിർബന്ധം കൊണ്ടാണ് ഈ സ്ഥലം നമുക്ക് ലഭിച്ചത്. എന്നാൽ അത് പിന്നീട് കാണുന്ന നിലയിലേക്ക് വളർത്തിയെടുത്തത് അന്യ ജോർജ് അച്ഛനാണ്. നിരന്തരമായ അച്ഛന്റെ പരിശ്രമങ്ങളും
ഇന്ന് കാണുന്ന യാതൊരു സൗകര്യങ്ങളോ സാമ്പത്തിക ഭദ്രതയോ ഒന്നും ഈ പള്ളിയില്ലാതിരുന്ന കാലഘട്ടത്തിൽ വളരെയേറെ കഠിനാധ്വാനം ചെയ്തു. മനോഹരമായ ഒരു പള്ളിയും ഈ വസ്തുക്കളിൽ മുഴുവൻ തനതായ വരുമാന മാർഗങ്ങളൊക്കെ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർത്തിയിരുന്നു. പിന്നീട് ഇവിടെ വന്ന വൈദികരൊക്കെയും അവരുടെ മാതൃകളെ പിന്തുടർന്ന് ഈ പള്ളിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തു. മുൻവികാരി എത്രയോ ബഹുമാനപ്പെട്ട റലിയച്ചൻ, അനൂപച്ചൻ തുടങ്ങിയ വൈദികരൊക്കെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഷർവച്ചൻ രാവും പോലുമില്ലാതെ ഓടി ഇന്നലെ ഞങ്ങൾ പറയുകയായിരുന്നു, എന്തുമാത്രം ആളുകളാണ് ഇവിടെ പെരുന്നാളിന് എത്തിച്ചേർന്നത്. ഏതെല്ലാം ഭാഗങ്ങളിൽ നിശ്ചയമായും പള്ളി ഭരണസമിതിയുടെയും ഇടവജനങ്ങളുടെയും വലിയ ഒരു അധ്വാനമുണ്ട് ഇല്ലെന്നല്ല. എന്നാൽ അതിനൊക്കെ ബഹുമാനപ്പെട്ട ഷർവച്ചൻ വളരെ ശുഷ്കാന്തിയോടുകൂടി നടന്ന് പ്രവർത്തിച്ചു. അപ്പോൾ തന്നെ പള്ളി വലിയ പ്രയാസത്തിലൂടെ പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവനിലേക്ക് ചേരുന്നവനല്ല, എന്നെക്കാളും പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനിലേക്ക് ചേരുന്നവനല്ല, തന്റെ പുരുഷെടുത്ത് എന്റെ പിന്നാലെ വരാത്ത ഒരുവരിലേക്ക് ചേരുന്നവനല്ല, തന്റെ ജീവനെ കരുതുന്നവൻ അതിനെ നശിപ്പിക്കും, എന്നാൽ എനിക്ക് വേണ്ടി തന്റെ ജീവനെ ത്യജിക്കുന്നവൻ അതിനെ സമ്പാദിക്കുകയും ചെയ്യും. നിങ്ങളെ കൈകൊള്ളുന്നവൻ എന്നെ കൈകൊള്ളുന്നു, എന്നെ കൈകൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈകൊള്ളുന്നു. ദീർഘദർശി എന്ന നിലയിൽ ഒരു ദീർഘദർശിയെ കൈകൊള്ളുന്നവന് ദീർഘദർശിയുടെ പ്രതിഫലം ലഭിക്കും. പുണ്യവാൻ എന്ന നിലയിൽ ഒരു പുണ്യവാനെ കൈകൊള്ളുന്നവന് പുണ്യവാന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് നമ്മൾ കൽപ്പിച്ചവരോട് ചെയ്തു. പരിഫലമായ ഒരു പുണ്യവാൻ എന്ന നിലയിൽ നാം കൈകൊള്ളുന്നത് ദൈവത്തിന്റെ പെരുന്നാൾ കൊണ്ടാടുമ്പോഴാണ്. ആ പെരുന്നാളിൽ ഓഹരികൾ എടുക്കുമ്പോഴാണ്, അതിന്റെ പ്രദർശനത്തിൽ സംബന്ധിക്കുമ്പോഴാണ്, അതിന്റെ നേർച്ച സന്ധികളിൽ പങ്കാളികളാകുമ്പോഴാണ് ആ പുണ്യവാനെ പുണ്യവാൻ എന്ന നിലയിൽ നാം കൈക്കൊള്ളുന്നത്. എന്നാൽ ആദ്യ ഭാഗത്ത് പറഞ്ഞു, എന്നേക്കാളധികം മാതാവിനെയോ പിതാവിനെയോ പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുവാൻ എനിക്ക് ചേരുന്നവരല്ല, ദൈവത്തെക്കാൾ അധികമായി ഒന്നിനെയും സ്നേഹിക്കാതെ. നമുക്ക് നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്നവരാണ്, സ്നേഹിക്കുന്ന എന്നല്ല പറയുന്നു. ഭർത്താവിനെ സ്നേഹിക്കുന്നവർ, ഭാര്യയെ സ്നേഹിക്കുന്നവർ, മക്കളെ സ്നേഹിക്കുന്നവർ, വീടിനെ സ്നേഹിക്കുന്നവർ, നാം ആർജിച്ച സമ്പത്തിനെ സ്നേഹിക്കുന്നവർ, നമ്മുടെ പുരയിടങ്ങളെ വസ്തുവകകളെ സ്നേഹിക്കുന്നവർ, നമ്മുടെ അധികാരത്തെ സ്നേഹിക്കുന്നവർ, ഇങ്ങനെ നാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭൗതികമായ കാര്യങ്ങളിൽ അത്യധികം അഭിമാനമുള്ളവരും സ്നേഹിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് കർത്താവ് പറയുന്നത്, എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് ചേരുന്നവൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വായിക്കുന്ന അബ്രഹാം വാർദ്ധക്യത്തിലെത്തി, അവന്റെ ഭാര്യയ്ക്ക് 100 വയസ്സായി, അവളുടെ ഗർഭപാത്രം ജീവമായി നിൽക്കുന്നു. എന്നാൽ അബ്രഹാമിന്റെ പ്രാർത്ഥനയും കേട്ടുകൊണ്ട് അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ഭാര്യ സാറ വാർദ്ധക്യത്തിൽ ഗർഭവതിയായി നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് ഇസഹാക്ക് എന്ന പേര്. അങ്ങനെ ദൈവം അവർക്ക് വാഗ്ദത്തം നൽകിയ ആ പുത്രൻ വാർദ്ധക്യത്തിൽ ആ കുടുംബത്തിൽ ജനിച്ചു. നമുക്കറിയാം, മക്കള് എന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷമാണ്. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾ. നമ്മൾ എത്രമാത്രം ടെൻഷൻ എടുത്ത് മാനസിക സമ്മർദ്ദം കൊണ്ട് ഇരിക്കുകയാണെങ്കിൽ, നമ്മുടെ അടുക്കളയിൽ ഒരു കൊച്ചു മകൻ, ഒരു കൊച്ചു മോൾ, ഒരു കൊച്ചു കുട്ടി ഓടി വന്ന് നമ്മുടെ അടുത്ത് കുസൃതി കാണിക്കുകയും നമ്മെ വന്ന് നമ്മുടെ
കുഞ്ഞുമക്കൾ ഓടി നമ്മുടെ അടുത്ത് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി പോലും നമ്മൾ ഓർമ്മ പോകുന്നത്. അത് മനുഷ്യരിൽ മാത്രമല്ല, നിങ്ങൾ ഏത് ജീവജാലങ്ങളെ എടുത്ത് പരീക്ഷിച്ച് നോക്കിയോ, പരിശോധിച്ച് നോക്കിയോ, എല്ലാ മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളെയാകട്ടെ, പക്ഷികളുടെ കുഞ്ഞുങ്ങളെയാകട്ടെ, അതൊക്കെ അവരുടെ വംശം നൽകുന്ന ആ മൃഗങ്ങൾ അല്ലെങ്കിൽ പക്ഷികൾ നൽകുന്ന കരുതലും സ്നേഹവും പരിഗാമയും എത്ര ഭയങ്കരമാണ്. ഇനി മനുഷ്യരാകട്ടെ മൃഗങ്ങളാകട്ടെ ഏത് ജീവജാലങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ടാൽ അതിനെ ഉപദ്രവിക്കാറില്ല, അതിനെ സ്നേഹിക്കുകയോ സംരക്ഷിക്കുകയോ രക്ഷപ്പെടുത്തുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. അത്രമാത്രം കുഞ്ഞുങ്ങളോട് എല്ലാ മനുഷ്യരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയവും മനസ്സും ചേർന്നിരിക്കുമെന്നാണ്. അങ്ങനെ ഇരിക്കുകയാണ് അബ്രഹാമിന് വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞുണ്ടാവുന്നത്, ഇസ്ഹാക്ക്. അവര് ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സന്തോഷിച്ച് ജീവിക്കും. അബ്രഹാമിന്റെ കുഞ്ഞിനെ തന്റെ അടുത്ത് എടുത്ത് പരിപാലിച്ച് അതിന് അബ്രഹാമിന്റെ ആ ആഗ്രഹം തീരുന്നില്ല. അപ്പോഴത്തേക്കും സാറ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകും. സാറായുടെ കയ്യിൽ കുഞ്ഞിന് കുറച്ച് സമയം കൂടി അബ്രഹാം അതിനെ എടുത്തുകൊണ്ട് പോകും. ഈ കുഞ്ഞിനെ നിലത്ത് വെക്കാൻ പോലും സമയമില്ലാതെ ആണ് അവർ വളർത്തിയത്. ഈ കുഞ്ഞിനെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ട് പലപ്പോഴും പ്രാർത്ഥന പോലും അവരെ മറന്നുപോയിട്ടാണ്. അവര് ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. പക്ഷേ ഈ കുഞ്ഞ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവർ എല്ലാം കുഞ്ഞിനെ സ്നേഹിക്കുവാൻ തുടങ്ങി. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഇവൻ ഈ അബ്രഹാമും അവന്റെ ഭാര്യ സാറയും ഈ കുഞ്ഞിലാണ് എപ്പോഴും സന്തോഷവും ആനന്ദവും സമൃദ്ധിയും കണ്ടെത്തുന്നത്. ദൈവം അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാമേ അബ്രഹാമേ. അവൻ വിളി കേട്ടു. ഉത്തരവരുളി ചെയ്താലും അരുളി ചെയ്താലും ദൈവമേ എന്ന് അവൻ മറുപടി പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ, നിന്റെ മകൻ ഇസ്ഹാക്കിനെ തന്നെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കാൻ പോയി. എങ്ങനെ പോകും? ആലോചിച്ച് നോക്കി. ദൈവം പറയുകയാണ്, നിന്റെ മകനെ വേറൊരു ദാസിയുടെ മകനുണ്ട് ഇസ്മായേൽ. ഇനി അബ്രഹാം എന്തെങ്കിലും ചെയ്ത് അവരെ കൊണ്ടുപോയാലോ എന്ന് വെച്ചുകൊണ്ട് ദൈവം വ്യക്തമായിട്ട് പറയുകയാണ്, നിന്റെ മകൻ നീ സ്നേഹിക്കുന്നു, നിന്റെ മകൻ സഹായിക്കും. അപ്പൊ എത്ര കണ്ട് ഇസ്ഹാക്കിനെ അബ്രഹാം സ്നേഹിച്ചിരുന്നു ദൈവം മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസ്ഹാക്കിനെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി യാഗം കഴിക്കും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ ദൈവത്തെക്കാൾ അധികം എന്തിനെ സ്നേഹിച്ചാൽ, അപ്പനെ സ്നേഹിച്ചാൽ, അമ്മയെ സ്നേഹിച്ചാൽ, ഭർത്താവിനെ സ്നേഹിച്ചാൽ, ഭാര്യയെ സ്നേഹിച്ചാൽ, മകനെ സ്നേഹിച്ചാൽ, മകളെ സ്നേഹിച്ചാൽ, സമ്പത്തിനെ സ്നേഹിച്ചാൽ, വീടിനെ സ്നേഹിച്ചാൽ, എന്തിനെ തന്നെ ദൈവത്തെക്കാൾ അതിനെ സ്നേഹിച്ചാൽ അത് നമ്മുടെ ദുഃഖത്തിൽ കാരണമാണ്. അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ സങ്കടം, നമ്മുടെ തകർച്ചയുടെ കാരണം അതായിരിക്കും. അതുകൊണ്ട് ഇവിടെ അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ പറയുന്നത് നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസ്ഹാക്കിനെ കൊണ്ടുപോയി യാഗം കഴിയും. അബ്രഹാം അവൻ ഞെട്ടിക്കാണും, എങ്കിലും അവൻ മനസ്സിലാക്കി, എനിക്ക് മകനെ തന്നത് ദൈവമാണ്. ആ തിരിച്ചറിവാണ് ദൈവത്തെ അനുസരിക്കുവാൻ അവനെ പ്രേരിപ്പിച്ചത്. അവന്റെ ഭാര്യയെ സാറയോട് പറഞ്ഞു, ഞാൻ ഇസ്ഹാക്കുമായി ദൈവത്തെ ആരാധിക്കുവാൻ പോകുന്നു, ഞങ്ങൾ പോയി മടങ്ങി വരട്ടെ എന്ന് പറഞ്ഞ ബാല്യക്കാരനെയും
കഴുതയുടെ പുറത്ത് കുറച്ച് വിറക് കെട്ടി ബാല്യക്കാരനെയും കൂട്ടി തീയും കത്തിയും ആയി ഇസ്ഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയാമലയുടെ അടുക്കൽ ചെന്നു. അതിന്റെ നാടുകളിൽ എത്തിയപ്പോൾ ബാല്യക്കാരനോട് പറഞ്ഞു, നീ കഴുതയെ കൊണ്ടുകൊണ്ടിരിക്കുക. കഴുതയുടെ പുറത്ത് നിന്ന് ആ വിറക് വീണ്ടെടുത്ത് തന്റെ മകൻ തലയിൽ വെച്ചു. കത്തിയും തീയും എടുത്തുകൊണ്ട് ആ മലയിലേക്ക് കയറി പോകുമ്പോൾ അബ്രഹാമിന്റെ നെഞ്ചിടിപ്പ് കൂടി. അങ്ങനെ കയറി പോകുമ്പോൾ പുറകിൽ വരുന്നവനായ ഇസ്ഹാക്ക് ഒരു വിളി, അപ്പാ. അബ്രഹാം നടുങ്ങിപ്പോയി. ഇസ്ഹാക്ക് നടുങ്ങിപ്പോയി. എന്താ മോനെ? വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, യാതൊരുവിടെ എന്തായിരിക്കും മറുപടി? അബ്രഹാം വിഷമിച്ചു എന്ന് പറയണം. അബ്രഹാമിന് പെട്ടെന്ന് മറുപടി കിട്ടി, മകനെ ദൈവം കരുതിക്കൊള്ളു. മകനെ ദൈവം കരുതിക്കൊള്ളു. നമ്മുടെയൊക്കെ ജീവിതത്തിന് മുമ്പിൽ പകച്ചു പോകുന്ന, ഭ്രമിച്ചു പോകുന്ന, സ്ട്രക്കായി പോകുന്ന, മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റാത്ത പ്രതിസന്ധികളോ സാഹചര്യങ്ങളോ ഒക്കെ നേരിട്ടേക്കാം. ചോദ്യങ്ങൾ ഉയർന്നു വന്നേക്കാം. അങ്ങനെയുള്ള സന്ദർഭത്തിലുള്ള ഉയരുന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് എന്ന് ദൈവം കരുതിക്കൊള്ളു. ദൈവം കരുതിക്കൊള്ളു. അബ്രഹാമിന് ഈ വിശ്വാസം എങ്ങനെയുണ്ടായി? എത്ര ധീരമായിട്ടാണ് തന്റെ മകനെ കൂട്ടിക്കൊണ്ട് മോറിയാമലയിലേക്ക് പോകുന്നത്. അബ്രഹാമിന് അറിയാമായിരുന്നു തനിക്കുള്ള സകലതും ദൈവം നൽകിയതാണ്. ഇന്ന് ഈ തിരിച്ചറിവ് നമുക്കില്ലാത്തതാണ് ദൈവസന്നിധിയിൽ നിന്നും നാം മാറിപ്പോകുവാൻ കാരണമാകുന്നത്. നമ്മുടെ വീട്, നമ്മുടെ സ്വത്തുക്കൾ, ഭാര്യ, ഭർത്താവ്, മക്കൾ, ജോലി, അധികാരം, ഇതെല്ലാം ദൈവം നമുക്ക് നൽകിയതാണ്. നാം ജനിച്ചപ്പോൾ ഇതുകൊണ്ടൊന്നും മുന്നോട്ട് വന്നവരല്ല, എല്ലാം ദൈവം നമുക്ക് നൽകിയതാണ്. അതുകൊണ്ട് നമുക്ക് ആയിരിക്കുന്ന അവസ്ഥയിൽ നാം അഹങ്കരിക്കുകയല്ല വേണ്ടത്, നാം അതിൽ അഭിമാനം കൊള്ളുകയല്ല വേണ്ടത്. മറിച്ച് നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും. എനിക്ക് നല്ല ഭവനം തന്നതിനായി, എനിക്ക് വാഹനം തന്നതിനായി, എനിക്ക് കുടുംബത്തെ തന്നതിനായി, എനിക്ക് മക്കളെ തന്നതിനായി, എനിക്ക് ഇടവകയെ തന്നതിനായി എന്ന് വേണ്ട. നമുക്ക് എല്ലാ കാര്യങ്ങളും ദൈവത്തോട് നന്ദി പറയുവാനുണ്ട്. ദൈവം തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിലൊന്നുമില്ല. അബ്രഹാമിന് മനസ്സിലായി. അതുകൊണ്ട് ധീരമായി അവൻ മോറിയാമലയിലേക്ക് പോയി. ദൈവമാണ് തന്നത്, ദൈവം എന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്യും. പക്ഷേ തന്റെ മകന്റെ ചോദ്യം ന്യായമാണ്, അതിനൊരു ഉത്തരവും അവരുണ്ട്. പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കുകയല്ല വിശ്വാസികൾ, മറിച്ച് ഈ വചനമേറ്റ് പറയും, ദൈവം കരുതിക്കൊള്ളു. മോറിയാമലയുടെ മുകളിൽ ചെന്ന് യാത്രയുടെ മുഴന്നു, വിറകലിന്റെ നടുങ്ങി. പെട്ടെന്ന് തന്റെ മകൻ ഇസ്ഹാക്കിനെ അതിന്റെ മുകളിൽ പിടിച്ചു കിടത്തി കൈകാലുകൾ ബന്ധിച്ചു. അബ്രഹാം കത്തിയെടുത്ത് മുകളിലേക്ക് ഉയർത്തി ആയുധവനായിട്ടുള്ളപ്പോൾ അബ്രഹാമേ ഒരു ശബ്ദം. അബ്രഹാമിന്റെ തുറകിൽ നിന്നും തലയ്ക്ക് മുകളിൽ ഒരു ശബ്ദം. ഒരു പ്രാവശ്യം അബ്രഹാമേ, അബ്രഹാമേ. ഒരു പ്രാവശ്യം വിളിച്ചാൽ കേട്ടില്ലെങ്കിലും ഈ ടെൻഷൻ കൊണ്ട് ദൈവം എന്ന സുഹൃത്തുതയുള്ളവരാണെന്ന് നോക്കി 2 പ്രാവശ്യം ദൈവം വിളിച്ചു, അബ്രഹാമേ, അബ്രഹാമേ. ബാലന്റെ കൈവെക്കരുത്. യാതൊരു വേണ്ടേ പറഞ്ഞിട്ട് ദൈവം എടുത്തു പോയി മാറി നോക്കിയിരിക്കുകയല്ല ചെയ്തത്. അബ്രഹാം പ്രവർത്തിക്കും എന്ന്
വിശ്വാസ ജീവിതം അറിയുന്നവരാണ് ദൈവം. ഈ പെരുന്നാളിൽ നാം അറിയുമ്പോൾ ദൈവം നമ്മെ കണ്ടിട്ടുണ്ട്. നാം ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ കാണുന്നു. നാം വഴിപാടുമ്പോൾ ദൈവം നമ്മെ അറിയുന്നു. നമ്മുടെ സങ്കടങ്ങളും പ്രതിസന്ധികളും എല്ലാം അവൻ അറിഞ്ഞിരിക്കുന്നില്ല, എല്ലാം അവൻ കാണുന്നു. അബ്രഹാമിനെ 2 പ്രാവശ്യം വിളിച്ച ദൈവം നമ്മോടും ഈ പെരുന്നാളിലൂടെ സംസാരിക്കുന്നു. നിന്റെ വിശ്വാസത്തിന് മുമ്പിൽ ഈ ദൈവം നിന്നോട് ഇടപെടുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവരെ, അവിടെ ആ ബാലന് പകരം ദൈവം കരുതിയ ഒരാട്ടുകൊറ്റനെ അവിടെ യാഗം അർപ്പിച്ചു വായിക്കുന്നു. ആ അബ്രഹാമിന്റെ സന്തതിയായി യേശു ക്രിസ്തു അറിയപ്പെടുവാൻ യേശു ക്രിസ്തു ആഗ്രഹിച്ചു. ദൈവം പോലും ആ വിശ്വാസത്തിൽ നിന്നും അവന്റെ സന്തതി എന്ന് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യാവതാരം ചെയ്തപ്പോൾ അറിയപ്പെടുവാൻ ആഗ്രഹിച്ചപ്പോൾ അവന്റെ ജീവിതത്തിന്റെ വിശ്വാസ സ്ഥിരതയാണ് എല്ലാറ്റിനേക്കാളും പ്രിയ ആ ദൈവത്തെ സ്നേഹിച്ചു. ഇന്ന് നാം ഈ പെരുന്നാൾ സംബന്ധിക്കുമ്പോൾ പരിമലത്തിലെ തന്റെ ജീവിതത്തിലെ എല്ലാറ്റിനേക്കാളും പ്രിയ യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചു എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. തന്റെ ജീവിതത്തിലെ എല്ലാറ്റിനേക്കാളും പ്രിയ യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചു. തന്റെ ജീവിതം എല്ലാം ഭൗതികതയെല്ലാം വിട്ടു, തന്റെ ജോലി, സ്ഥാനമാനങ്ങൾ, കുടുംബം എല്ലാം വിട്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു, സ്നേഹിച്ചു, അവരുടെ സാക്ഷിയായി. നമുക്ക് നമ്മുടെ ഭൗതികമായ നിലകളിൽ മാറ്റം വരണം, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണം, നമ്മുടെ അസുഖങ്ങൾ മാറണം, നമുക്ക് വീടുണ്ടാവും, കാർ മേടിക്കണം, വിവാഹം നടക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് പരമ്പരമായ പറയുന്നത്, ഗീവർഗീസതായ പറയുന്നത്, പറയുന്നത്. എന്നാൽ ഇവരിതൊന്നും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചവരല്ല. വീടുണ്ടാവാൻ പരിമിതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാണില്ല, വണ്ടി വേണമെന്ന് പരിമിതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാണില്ല, ഏതെങ്കിലും ഭൗതിക സൗകര്യങ്ങൾ വേണമെന്ന് പ്രാർത്ഥിച്ചു കാണില്ല. മറിച്ച് അദ്ദേഹം നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പ്രാർത്ഥിച്ചതാണ്. എന്നാൽ അവരുടെ പ്രാർത്ഥനകൾ ആ ദൈവം അനേകരെ അനുഗ്രഹിക്കുന്നു, അനേകരുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, നാം ത്യാഗം ശ്രമിക്കുന്നവരായി മാറും യേശു ക്രിസ്തുവിന് വേണ്ടി. എന്നാൽ നമ്മുടെ വാഹനം ഈ ഭൂമിയിൽ നിലനിൽക്കുകയില്ല, നമ്മുടെ ഭവനം ഈ ഭൂമിയിൽ നിലനിൽക്കുകയില്ല, നമ്മുടെ അധികാരം ഈ ഭൂമിയിൽ നിലനിൽക്കുകയില്ല, നമ്മുടെ ആരോഗ്യം ഈ ഭൂമിയിൽ നിലനിൽക്കുകയില്ല, നമ്മുടെ സൗന്ദര്യം ഈ ഭൂമിയിൽ നിലനിൽക്കുകയില്ല. ഭർത്താവ്, ഭാര്യ, മാതാവ്, പിതാവ്, സഹോദരങ്ങൾ ഈ ഭൂമി സൂര്യന് കീഴെ ഭൂമിക്ക് മുകളിൽ കാണുന്ന ഒന്നും എന്നേക്കും ഇവിടെ ഉണ്ടാവുകയില്ല. ഒരു ചെറിയ കാലഘട്ടമാണ് നാം ഉൾപ്പെടെ, ഒരു ചെറിയ കാലഘട്ടമുള്ളൂ നമ്മുടെ കഴിയുന്നില്ല. എന്നാൽ അവരെല്ലാം ഇതിനപ്പുറത്തൊരു ജീവിതത്തെ കണ്ടവരാണ് പരിശുദ്ധന്മാർ. അതുകൊണ്ട് ഈ എന്നേക്കും നിലനിൽക്കാത്ത ഈ ഭൂമിയിലുള്ള ഒന്നിനു വേണ്ടിയല്ല അവർ ആഗ്രഹിച്ചത്, മറിച്ച് എന്നേക്കും നിലനിൽക്കുന്ന നിത്യജീവന് വേണ്ടി അവർ ആഗ്രഹിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ അപ്പോസ്തലന്മാർ മടങ്ങി വന്നിട്ട് പറഞ്ഞു, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രസംഗിച്ചപ്പോൾ ഭൂതങ്ങൾ പുറപ്പെട്ടു പോയി, രോഗികൾ സുഖം പ്രാപിച്ചു. കർത്താവ് പറഞ്ഞു, ഞാനത് കണ്ടു. സാധാരണ മിന്നൽ പോലെ ഭൂമിയിലേക്ക് പതിക്കുന്നു ഞാൻ കണ്ടു, കീഴടങ്ങുന്നു ഞാൻ കണ്ടു. എന്നാൽ സാധാരണങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല, രോഗികൾ സുഖം പ്രാപിക്കുന്നതിനല്ല, പിശാചുകൾ പുറപ്പെട്ടു പോകുന്നതിനല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, മറിച്ച് നിങ്ങളുടെ പേര് ജീവന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും. നമ്മുടെ ശക്തിയല്ല, നമുക്ക് മുമ്പേ ജീവിച്ചവരാണ്, നമുക്ക് മുമ്പേ ജീവിച്ചവർ.
നമ്മുടെ ചിന്ത നമ്മൾ മാത്രമേ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ അല്ല. നമുക്ക് മുമ്പേ എന്തുമാത്രം ആളുകൾ ജീവിച്ചു. തൊട്ട് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന നമ്മുടെ പൂർവികർ. അതെന്താണ് നമ്മളോട് പറയുന്നത്? നമ്മളും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. നമ്മുടെ പൂർവികർ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, നമ്മളെ ഒത്തിരി സ്നേഹിച്ചു, നമുക്ക് വേണ്ടി രാമപകലില്ലാതെ ഓടി. ഇത് തന്നെയല്ലേ നമ്മുടെ അവസ്ഥ? നമ്മളിപ്പോൾ ലോകം കെട്ടിപ്പിടിച്ച് വേണമെങ്കിൽ ട്രംപിന് വരെ പരാജയപ്പെടുത്താം എന്ന ചിന്തയോടെ ജീവിക്കുന്നു. പക്ഷെ ആരോർക്കാൻ പരിമിതിയിലെ ജനങ്ങൾ ഓർക്കുന്നു, ഗീവർഗീസറായ ജനങ്ങൾ ഓർക്കുന്നു, മനുഷ്യഭാവായ ജനങ്ങൾ ഓർക്കുന്നു. എന്തുകൊണ്ട്? അവരെ ഈ ഭൂമിയിൽ വെട്ടിപ്പിടിക്കുവാനല്ല നോക്കിയത്, മറിച്ച് നിത്യജീവനെ അവർ ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവർ ജീവിച്ചു, അതിനുവേണ്ടി അവരുടെ ജീവിതം അവർ വിട്ടുകൊടുത്തു. അതുകൊണ്ട് ഭൗതികമായ ജീവിതം മനുഷ്യരോഗിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതൊന്നും വേണ്ട എന്നല്ല. എന്നാൽ എന്നേക്കാളധികം പിതാവിനെയും മാതാവിനെയും പുത്രിയെയും സ്നേഹിക്കുന്നവരെ എനിക്ക് ചേരുന്നവരല്ല എന്ന് പറയുമ്പോൾ നാം അപ്പം ശ്രദ്ധിക്കണം. നമുക്ക് യേശു ക്രിസ്തുവാണോ വലുത്? അതോ നമുക്ക് ഉള്ളതായ സൗകര്യങ്ങളും അധികാരങ്ങളും നാം ആർജിച്ചെടുത്തതുമാണോ വലുത്? എന്തിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതം നാം ചെലവിടുന്നത് എന്ന് ചിന്തിക്കണം. യേശു ക്രിസ്തു വേണ്ടിയാണ് നമ്മുടെ ജീവിതമെങ്കിൽ, അവരാണ് നമുക്ക് വലിയവരെങ്കിൽ, നമുക്ക് ക്ഷമിക്കുവാൻ, സഹിക്കുവാൻ, സ്നേഹിക്കുവാൻ, പരസ്പരം നമ്മുടെ ആളുകളെ ചേർത്ത് പിടിക്കുവാൻ, എളിയവരോടും പാവപ്പെട്ടവരോടും കരുണ കാണിക്കുവാൻ, വേദനിക്കുന്നവരുടെ വേദനകളിൽ അവർക്ക് സഹായമാകുവാൻ, വിശക്കുന്നവന് അവന് ഭക്ഷണം നൽകുവാൻ ഒക്കെ നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ മാത്രം ഉള്ളതാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നാം നിത്യജീവനിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. അത് കണ്ടെത്തിയവരാണ് പിതാക്കന്മാർ, പരിമളത്തിലേക്ക് പരിശുദ്ധന്മാർ. ആ വലിയ സത്യം തിരിച്ചറിഞ്ഞവരാണ്. ഈ തിരിച്ചറിവില്ലായിരിക്കും നാം പെരുമാറുമായി കൊണ്ടെന്താ പ്രയോജനം? നാം ആരാധനയെ സംബന്ധിച്ചു കൊണ്ടെന്താ പ്രയോജനം? നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയില്ലായിരിക്കും എന്താണ് പ്രയോജനം? അതുകൊണ്ട് വാത്സല്യമുള്ളവരെ, നാം ഇവിടെ ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല, നിത്യജീവന് വേണ്ടി വിളിക്കപ്പെട്ടവരും നാം യാത്രക്കാരുമാണ്. ഈ യാത്രയിൽ നമുക്ക് ആശ്വാസവും നമുക്ക് കൃപയുമായുള്ളത് യേശു ക്രിസ്തുവാണ്. ഇസ്രായേലിന്റെ വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര ചെയ്തതുപോലെ മരുഭൂമിയിലൂടെ സ്വർഗീയ കനാനിലേക്ക്, ഈ ലോകമാകുന്ന മരുഭൂമിയിലൂടെ സ്വർഗീയ കനാനിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് നാം. ആ യാത്രയിൽ അവർക്ക് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിവുമായി ദൈവമാരുടെ ഇടയിൽ പാർത്തുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ നമുക്ക് താങ്ങും തണലുമായുണ്ട്. നമ്മുടെ വിഷമങ്ങളിൽ, നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ തകർച്ചകളിൽ, നമ്മുടെ പരാജയങ്ങളിൽ, നമ്മുടെ വേദനകളിൽ ഇസ്രായേലിന്റെ മേഘസ്തംഭത്തിലും അഗ്നിവുമായി അവരെ കാത്തു സംരക്ഷിച്ചതുപോലെ നമ്മുടെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ, അവന്റെ ശരീരവും രക്തവും അവർ നമുക്ക് നൽകി, അവർ നമ്മെ വസിക്കുന്നു, നമ്മെ സംരക്ഷിക്കുവാൻ, നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, നമ്മുടെ സങ്കടം കേൾക്കുവാൻ, നമ്മുടെ വേദനകളെ നീക്കിക്കളയുവാൻ. ആ തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നാം ഇങ്ങനെ ആരാധനയിൽ പാടുന്നു. ലോകം
ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഈ ഓർമ്മ ഈ ദുഃഖോട് പെരുന്നാൾ ഈ ഇടവകയ്ക്കും ദേശത്തിനും അനുഗ്രഹമായി തീരട്ടെ എന്നതിനെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ പെരുന്നാളിലേക്ക് അന്വേഷിച്ച ഇടവകയിലുണ്ടായി ഇത്രയും ബഹുമാനപ്പെട്ട